എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ 3 പെൺകുട്ടികൾ അവരാണെങ്കിൽ കാട്ടിലൂടെ ഒക്കെ നടന്ന് ഒരു മുയലിന്റെ പിന്നാലെ പോയി അതിനെ പിടിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ എൻഗോ എന്ന് പേരുള്ള ഒരു പെണ്ണ്, അവൾക്കാണെങ്കിൽ ഇപ്പൊ എന്തൊക്കെയോ ഫീൽ ചെയ്ത് അങ്ങനെ നിൽക്കും. അവളുടെ കൈ അവൾ എന്തോ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ്. ഉടനെ ആ കൈ അതങ്ങനെ ബൾജാവാൻ തുടങ്ങും. അവളാണെങ്കിൽ അവളുടെ ഫ്രണ്ട്സിനോട് പറയും, പ്ലീസ് നിങ്ങൾ രണ്ടുപേരും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം, ഈ കാര്യം അത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം, നിങ്ങൾ ഇനി ഇവിടെ നിന്നാ അത് വലിയ അപകടമാണെന്ന് പറയും. പക്ഷെ അവർ രണ്ടുപേരും അവളെ വിട്ട് പോകാൻ തയ്യാറാവില്ല. എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ഞങ്ങൾ സേഫ് ആക്കുന്നു പറഞ്ഞ് അവർ രണ്ടുപേരും ഇപ്പൊ അവളുടെ അടുത്തേക്ക് വരും. അടുത്ത നിമിഷം അവളുടെ മോൺസ്റ്റർ പവർ അത് പുറത്തേക്ക് വരികയാണ്. അവളാണെങ്കിൽ അവളുടെ കൺട്രോൾ നഷ്ടപ്പെട്ട് അവർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അതിലൊരുത്തി അവളുടെ മുടി അങ്ങനെ നീട്ടി മോൺസ്റ്റർ പെണ്ണിനെ പിടിച്ചു വലിച്ച് അവളെ കൺട്രോൾ ചെയ്യാൻ നോക്കും. ഉടനെ മൂന്നാമത്തെ ആളാണെങ്കിൽ അവളുടെ ബോഡിയിൽ അവളെ മയക്കാനുള്ള ഒരു ഇഞ്ചക്ഷൻ അതങ്ങനെ കുത്തും. അവൾ ബോധം കെട്ട് താഴേക്ക് വീഴാണ്. ഉടനെ അവളെയും കൂട്ടി അവരിപ്പോ ബൊറൂട്ടോ ആ ടീമിന്റെ അടുത്തേക്ക് വന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറയും. സാറോട് പറയും, ഇത് ആക്ച്വലി നിന്റെ ക്ലാന്റെ പവറല്ലേ, ഇത് നിന്നെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലേ. അത് കേട്ട് അവൾ തല താഴ്ത്തും. എന്നെ കൊണ്ട് എന്റെ പവർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ എന്റെ കൈകൾ രണ്ടും കെട്ടി വെച്ചിരിക്കുന്നത്. എന്റെ റാംപേജില് ലീഡറിന് പോലും പരുക്കുപറ്റി. ഇപ്പൊ ഞങ്ങൾക്ക് പുതിയൊരു ലീഡറിനെ തന്നിരിക്കുകയാണ്. കറക്റ്റ് ടൈമില് അവരുടെ പുതിയ ലീഡർ ആളിപ്പോ അവിടേക്ക് കടന്നു വരും. അവർക്കാണെങ്കിൽ അവരുടെ ലീഡറിനെ കണ്ട് കുറച്ച് പേടിയൊക്കെ ആവും. അവൻ ഓൾറെഡി ഒരു സൈക്കോ ലീഡർ ആണെന്ന് അവർക്കറിയാം. പക്ഷെ ബൊറൂട്ടോയ്ക്കാണെങ്കിൽ വലിയ കുഴപ്പമൊന്നും തോന്നില്ല. അവനാണെങ്കിൽ ഇപ്പൊ ആൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയാണ്. ആള് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് ബൊറൂട്ടോയുടെ കൈ അതങ്ങനെ പിടിച്ച് ഞെരുക്കാണ്. ബൊറൂട്ടോ ആണെങ്കിൽ വേദനയിൽ അങ്ങനെ പെടയാൻ തുടങ്ങും. ആള് ബൊറൂട്ടോയുടെ കൈവിട്ട് ഇപ്പൊ ആളുടെ ടീംമേറ്റ്സിനെ നോക്കും. അവരാണെങ്കിൽ പേടിച്ചിരിക്കുകയാണ്. ആ ലീഡർ പറയും, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, ഇനി നിങ്ങളുടെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം, ഇവളൊരിക്കലും കൺട്രോൾ വിട്ട് ഇനി പോവില്ല, നിങ്ങൾ എല്ലാവരെയും കൺട്രോൾ ചെയ്ത് നല്ല രീതിയിൽ ഞാൻ മുൻപോട്ട് കൊണ്ടുപോകുന്നു പറഞ്ഞ് ആളിപ്പോ തലയിൽ കെട്ടിയ ആ ഒരു ബാൻഡ് അയച്ചു കാണിക്കും. ആളുടെ തലയിലാണെങ്കിൽ ഒരുപാട് പരുക്ക് പറ്റിയ അടയാളങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആ കൺട്രോൾ പോയ എൻഗോ പെണ്ണ്, അവൾക്കാണെങ്കിൽ ആ മാസ്റ്ററിനെ ഇഷ്ടാവും. അവള് പറയും, എനിക്ക് മാസ്റ്ററിനെ യാതൊരു പേടിയുമില്ല, എന്നെ കൺട്രോൾ ചെയ്യാൻ മാസ്റ്ററിനെ കൊണ്ട് പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കേട്ടിപ്പോ അവനാണെങ്കിൽ അവളെയും കൂട്ടി അവിടുന്ന് മുൻപോട്ട് കടന്നു പോകും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത അവർ രണ്ടുപേരെയും കാണിക്കും. അവർക്കാണെങ്കിൽ ഇപ്പൊ അവള് വിട്ടുപോയതിൽ ഒരുപാട് വിഷമാവും. നമ്മൾ ആക്ച്വലി അവളെ പേടിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. മാത്രമല്ല അവള് കാരണം നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെന്നും അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൾ നമ്മളെ വിട്ട് അദ്ദേഹത്തിന്റെ കൂടെ പോയത്. അല്ലെങ്കിൽ ഒരു കാരണവശാലും അദ്ദേഹത്തെ പോലെ ഒരാളുടെ കൂടെ അവൾ പോവില്ല എന്ന് പറയും. ഉടനെ ബൊറൂട്ടോയും സാറയുടെ അവിടേക്ക് വന്ന് അവർ കാര്യം അന്വേഷിക്കും. അവരാണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ സാറയുടെയോടും ബൊറൂട്ടോടും പറയും. ഉടനെ സാറയുടെ പറയും, ഇതിനെല്ലാത്തിനും കാരണം നിങ്ങളുടെ പേടിയാണ്, അത് വേണം ആദ്യം മാറ്റാനെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ അവരെയും കൂട്ടിക്കൊണ്ട് ലൈബ്രറിയിലേക്ക് വരും. അതിനുശേഷം പേടി അതെങ്ങനെ മാറ്റാൻ പറ്റും എന്ന് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സൊക്കെ അവർക്ക് വായിക്കാൻ കൊടുക്കും. അതിനുശേഷം അവരൊരു ഹൊറർ മൂവി കാണും. പക്ഷെ അതിന്റെ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സാറട അവളാണെങ്കിൽ പേടിച്ച് അവിടുന്ന് പുറത്തേക്ക് ഓടും. അതിനുശേഷം അവർ മോൺസ്റ്റേഴ്സ് ഒക്കെ ഉള്ള ഒരു സൂയിലേക്ക് വരികയാണ്. അവിടെ ആണെങ്കിൽ ഒരു മോൺസ്റ്റർ വോൾഫ്. സാറയുടെ ആണെങ്കിൽ ഇപ്പൊ അവർ രണ്ടുപേരെയും അതിന്റെ അടുത്തേക്ക് പറഞ്ഞയക്കും. കട്ട് ചെയ്ത ഇവിടെ ആ പെണ്ണ്, അവൾക്കാണെങ്കിൽ അവളുടെ ഫ്രണ്ട്സിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടേക്ക് അവളുടെ മാസ്റ്റർ കടന്നു വരും. ഉടനെ ആ മാസ്റ്റർ പറയും, നിന്നെ ആരെങ്കിലും ട്രിഗർ ചെയ്താൽ മാത്രമല്ലേ നിന്റെ പവർ അത് പുറത്തേക്ക് വരൂ. അതിനവള് പറയും, അതെ. ഒരു സെക്കൻഡ് അവളുടെ കയ്യിലേക്ക് നോക്കും. ആക്ച്വലി ഇത് ഞങ്ങളുടെ ക്ലാന്റെ പവറാണ്, അതിപ്പോ എനിക്കാണ് കിട്ടിയിരിക്കുന്നത്. എന്റെ ഫ്രണ്ട്സ് അവന്റെ കൈ കൊണ്ട് പേടിക്കുകയാണ്, അപ്പോഴാണ് എന്റെ പവർ ട്രിഗർ ആവുന്നതെന്ന് പറയും. അവളത് പറയേണ്ട താമസം ഇപ്പൊ അവളുടെ പവർ അതങ്ങനെ ട്രിഗറായി പുറത്തേക്ക് വരും. അടുത്ത നിമിഷം അവളാണെങ്കിൽ ഇപ്പൊ ആ മാസ്റ്ററിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. മാസ്റ്റർ എന്തൊക്കെയോ എക്യുപ്മെന്റ്സ് ഒക്കെ വെച്ച് അവളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ആൾ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും അവൾ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ആ മാസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ ആളുടെ സബോർഡിനേറ്റ്സിന് അടുത്തേക്ക് വരും. അതിനുശേഷം കാര്യമായിട്ട് എന്തൊക്കെയോ ഡിസ്കസ് ചെയ്യാണ്. ഉടനെ അവളുടെ ടീംമേറ്റ്സ് അവർ രണ്ടുപേരും ആ മാസ്റ്ററിന് അടുത്തേക്ക് വന്ന് അവൾക്ക് എന്തു പറ്റി അവൾ എവിടെയും ചോദിക്കും. അതിന് മാസ്റ്റർ പറയും, അവൾ വീണ്ടും കൺട്രോൾ നഷ്ടപ്പെട്ട് പഴയതുപോലെയായി, ഇനി വേറെ വഴിയില്ല, അവളുടെ 2 കൈയും വെട്ടിക്കളയണം, എന്നാൽ മാത്രമേ ഇതിനൊരു സൊല്യൂഷൻ ഉള്ളൂ. അത് കേട്ട് അവർ രണ്ടുപേരും ഷോക്കാവും. അതിനുശേഷം മാസ്റ്ററും അവർ രണ്ടുപേരും ഇപ്പൊ അവളുടെ അടുത്തേക്ക് വരും. മാസ്റ്റർ ആണെങ്കിൽ എന്തുകൊണ്ടാണ് അവൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നതെന്നുള്ള എല്ലാ കാര്യങ്ങളും അവരോട് പറയും. മാസ്റ്റർ ആണെങ്കിൽ അവളുമായിട്ട് ഫൈറ്റ് ചെയ്ത് അവളെ തോൽപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ അവളാണെങ്കിൽ മാസ്റ്ററിനെ ഇട്ടിച്ച് തെറിപ്പിക്കും. ഉടനെ അവളുടെ ഫ്രണ്ട്സ് അവർ രണ്ടുപേരും ഇപ്പൊ എന്തോ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ച് അവളുടെ അടുത്തേക്ക് പോയി അവളെ കെട്ടിപ്പിടിച്ച് അങ്ങനെ ഹഗ് ചെയ്ത് നിൽക്കും. അതിനുശേഷം അവരാണെങ്കിൽ ഇപ്പൊ അവളോട് സോറി പറയും.
ഞങ്ങളോട് ക്ഷമിക്കണം. ഒരു കാരണവശാലും ഇനി ഞങ്ങള് നിന്നെ ഒറ്റപ്പെടുത്തില്ല. അവളിപ്പോ പതിയെ പതിയെ നോർമലാവും. ആക്ച്വലി അവൾ ഒറ്റപ്പെട്ടു പോകുമ്പോഴാണ് അവൾക്ക് അവളുടെ പവർ ട്രിഗർ ആവുക. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ദിവസങ്ങൾക്ക് ശേഷം അവര് 3 പേരും ചേർന്ന് എപ്പിസോഡിന്റെ തുടക്കത്തിൽ കണ്ട ആ ഒരു മുയലിനെ അതിനെ സേവ് ചെയ്യാണ്. അങ്ങനെ മാസ്റ്റർ സ്റ്റുഡൻസും ഒക്കെ ഇപ്പൊ നല്ല മിഷൻസ് ഒക്കെ ചെയ്ത് ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ ഷിക്കയുടെ ടീം അവരാണെങ്കിൽ ഒരു ക്രിമിനലിന്റെ പിന്നാലെ ഓടി അവനങ്ങനെ റൗണ്ട് ചെയ്ത് നിൽക്കും. അവരാണെങ്കിൽ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയെ അവളെ പിടിച്ചു വലിച്ച് അവളുടെ കഴുത്തിൽ കത്തിവെക്കും. മര്യാദയ്ക്ക് പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, അല്ലെങ്കിൽ ഇവളെ ഞാൻ കൊന്നു തള്ളും. പക്ഷെ ഷിക്കയുടെയും ടീമും ആണെങ്കിൽ വിട്ടു പിന്മാറാൻ തയ്യാറാവില്ല. അവരാണെങ്കിൽ പതിയെ പതിയെ അവന്റെ അടുത്തേക്ക് അടുക്കും. ഷിക്കട മുകളിലേക്ക് നോക്കും. നിലാവ് പൂർണ്ണമായിട്ടും ഇപ്പൊ ആകാശത്തില്ല. അവൻ അല്പസമയം വെയിറ്റ് ചെയ്യുമ്പോഴേക്കും ആ നിലാവിന്റെ പ്രകാശം അത് കൂടുതൽ ബ്രൈറ്റ് ആവും. ആ പ്രകാശത്തിന്റെ പവർ ഉപയോഗിച്ച് ഇപ്പൊ ഷിക്കട അവന്റെ ഷാഡോ പവർ ഉപയോഗിച്ച് ഇപ്പൊ ആ വില്ലനെ ഈസി ആയിട്ട് ലോക്ക് ചെയ്യും. അങ്ങനെ മിഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഈനോജിനും ചോച്ചോയും ഇപ്പൊ ബൊറൂട്ടോ ടീമിന്റെ അടുത്തേക്ക് വരികയാണ്. ചോച്ചോയ്ക്കാണെങ്കിൽ ഷിക്കടയെ കുറിച്ച് 100 നാവാണ്. അവളാണെങ്കിൽ അവനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു ഫുഡൊക്കെ കഴിച്ച് ഇപ്പൊ ഈനോജിനും ചോച്ചോയും അവർ രണ്ടുപേരും നടന്നു വരികയാണ്. ചോച്ചോയ്ക്കാണെങ്കിൽ ഈനോജിന്റെ സംസാരവും പെരുമാറ്റവും ഒക്കെ കാണുമ്പോൾ എന്തൊക്കെയോ ഡൗട്ട് തോന്നും. അവളാണെങ്കിൽ ഇപ്പൊ അവനോട് ഓപ്പണായിട്ട് സംസാരിക്കും. എന്താ നിന്റെ പ്രശ്നം? ഷിക്കടയാണോ നിന്റെ പ്രശ്നം? അവൻ ഇത്രയും പെട്ടെന്ന് ജൊനിയനായത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അവളുടെ ചോദ്യമൊക്കെ കേട്ട് ഇപ്പൊ ഈനോജിന് ഒരുപാട് വിഷമാവും. അവൻ അങ്ങനെ തല താഴ്ത്തി പതിയെ നടന്ന് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലാണെങ്കിൽ ഈനോയും സായും അവർ രണ്ടുപേരും TV ഒക്കെ കണ്ട് ചില്ല് ചെയ്തിരിക്കുകയാണ്. ഈനോജിൻ ഡയറക്റ്റ് ആയിട്ട് ഈനോയുടെ അടുത്ത് വന്ന് പറയും, അമ്മ എനിക്ക് എത്രയും പെട്ടെന്ന് മൈൻഡ് ട്രാൻസ്ഫർ ജിപ്സു അത് പഠിപ്പിച്ചു തരണം. അതിനവൾ ഓക്കെ പറഞ്ഞ് നെക്സ്റ്റ് ഡേ ഷോപ്പ് പോലും തുറക്കാതെ അവന് ട്രെയിനിങ് കൊടുക്കാനായിട്ട് വരികയാണ്. അവൾ ആദ്യമായിട്ട് കൺട്രോൾ ചെയ്യുക ഒരു റെക്കൂണിനെ ആയിരിക്കും. ചോച്ചോയ്ക്കാണെങ്കിൽ ഈനോടെ പവർ കണ്ട് ഭയങ്കര അത്ഭുതമാവും. അവൾ ആകാംക്ഷയോട് കൂടെ അതങ്ങനെ നോക്കി നിൽക്കും. അതിനുശേഷം ഈനോ അവളാണെങ്കിൽ ഇപ്പൊ ഈനോജിന് അതിന്റെ ടെക്നിക്സ് ഒക്കെ പറഞ്ഞു കൊടുക്കും. ആ ടെക്നിക്സ് ഒക്കെ മനസ്സിലാക്കി അവനും വളരെ ഈസി ആയിട്ട് അതിനെ കൺട്രോൾ ചെയ്യുകയാണ്. അടുത്തതായിട്ട് ഈനോ അവളാണെങ്കിൽ ഒരു ചിപ്സ് പാക്കറ്റ് എടുത്ത് മരത്തിന് മുകളിൽ വെക്കും. ഇനി നീ കൺട്രോൾ ചെയ്യാൻ പോകുന്നത് ചോച്ചോയാണ്. ചോച്ചോയുടെ ഫേവറേറ്റ് ആണ് ഈ ചിപ്സ് പാക്കറ്റ്. പക്ഷെ ഒരു കാരണവശാലും അവളെ ഇത് കഴിക്കാൻ നീ അനുവദിക്കരുത്. ഇത് ചോച്ചോയുടെ ഫേവറേറ്റ് ആണ്. ചോച്ചോ ആണെങ്കിൽ ക്യാഷ്വലായിട്ട് നിൽക്കും. എന്നെ ഒരിക്കലും ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ്. പക്ഷെ ഈനോജിനാണെങ്കിൽ അവന്റെ സ്ട്രെങ്ത് എടുത്ത് അവളെ കൺട്രോൾ ചെയ്യാൻ നോക്കും. പക്ഷെ ഞൊട്ടിയിടയിൽ അവന്റെ സോളിനെ അവൾ തട്ടിത്തെറിപ്പിക്കും. എന്നിട്ട് ആ ചിപ്സ് പാക്കറ്റ് എടുക്കാൻ മരത്തിന്റെ അടുത്തേക്ക് ഉഷാറായിട്ട് ഓടും. ഈനോ ആണെങ്കിൽ ഈനോജിനെ സപ്പോർട്ട് ചെയ്യും. കമോൺ കമോൺ ട്രൈ, വീണ്ടും വീണ്ടും ശ്രമിക്ക്, നിന്നെ കൊണ്ട് തീർച്ചയായിട്ടും ഇത് പറ്റുമെന്ന് പറയും. ഈനോജിന് എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും ചോച്ചോ സിമ്പിളായിട്ട് ആ ചിപ്സ് പാക്കറ്റ് എടുത്ത് കഴിക്കുകയാണ്. ഈനോജിന് ഒരുപാട് ഡിസപ്പോയിന്റഡ് ആയിട്ട് ഈനോയുടെ മുൻപിൽ അങ്ങനെ മുട്ടുകുത്തിയിരിക്കും. അവള് പറയും, നിന്നെ കൊണ്ട് പറ്റും, നീ ഇനിയും ട്രൈ ചെയ്യ്. ഉടനെ സായ് വന്ന് ഈനോജിനോട് പറയും, നീ വിഷമിക്കേണ്ട ആവശ്യമില്ല, വേണമെങ്കിൽ ഒരല്പസമയം ഈ സൂപ്പർ ബീസ്റ്റ് സ്ക്രോള് അത് ട്രൈ ചെയ്യ്. അത് കേൾക്കുമ്പോൾ ഇപ്പൊ ഈനോയ്ക്ക് കലിയിളകും. അവള് ദേഷ്യപ്പെട്ട് പറയും, നീ ഇത് കാണുന്നില്ലേ, ഞാൻ അവന് ഷോപ്പ് പോലും അടച്ചിട്ട് ട്രെയിനിങ് കൊടുത്തോണ്ടിരിക്കുകയാണ്, അതിനിടയിലാണോ നീ നിന്റെ ട്രെയിനിങ്ങുമായിട്ട് വരുന്നേ? ഉടനെ സായി ആണെങ്കിൽ അവളെ കൺവിൻസ് ചെയ്യും. ഈനോജിന് മൈൻഡ് ട്രാൻസ്ഫർ പവർ ഇല്ല, അതുകൊണ്ടാണ് അവനെ കൊണ്ടത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റാത്തത്. അങ്ങനെ അവർ രണ്ടുപേരും 150 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ അട്ടിയിടി ഫൈറ്റ്. ചോച്ചോയ്ക്കാണെങ്കിൽ അവരുടെ ഫൈറ്റൊക്കെ കാണുമ്പോൾ കുറച്ച് പേടിയാവും. ചോച്ചോ ഈനോജിനോട് പറയും, പ്ലീസ് നീ എന്തെങ്കിലും ചെയ്യ്, അല്ലെങ്കിൽ അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്ത് ആരെങ്കിലും ഒരാളുടെ കാര്യത്തിൽ തീരുമാനാവും. നിന്റെ മൈൻഡ് ട്രാൻസ്ഫർ ജിപ്സ് ഉപയോഗിച്ച് അവരെ ആരെങ്കിലും നീ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്ക്. ഇവിടെ ഈനോയും സായും ഇപ്പൊ പൊരിഞ്ഞ അട്ടി. അത് കണ്ട് ഈനോജിൻ രണ്ടും കൽപ്പിച്ച് അവന്റെ അമ്മയെ മൈൻഡ് ട്രാൻസ്ഫർ ജിപ്സ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അവളാണെങ്കിൽ ഈനോജിനെ ആട്ടിത്തെറിപ്പിച്ച് ഇപ്പൊ ദൂരേക്ക് ഇടുകയാണ്. അതിനുശേഷം അവന്റെ പപ്പ സായെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ ശ്രമിക്കും. ഒരുപാട് സമയത്തിന് ശേഷം അവനെ കൊണ്ട് ഇപ്പൊ അത് സാധിക്കും. അവൻ സായെ കൺട്രോൾ ചെയ്ത് ആളെ കൊണ്ട് സോറി പറയിപ്പിച്ച് അങ്ങനെ സാഷ്ടാംഗം പ്രണമിക്കുകയാണ്. അല്പസമയം കഴിയുമ്പോഴേക്കും ഈനോജിന്റെ കൺട്രോൾ പോവും. ആ ഒരു ജിപ്സു അത് ബ്രേക്കായി തായ് അവനിപ്പോ നോർമലാവും. ചോച്ചോ ആണെങ്കിൽ ഇപ്പൊ ഈനോജിനോട് വീണ്ടും പറയും, നീ എങ്ങനെയെങ്കിലും നിന്റെ അമ്മയെ കൺട്രോൾ ചെയ്യും. മുൻപ് കൺട്രോൾ ചെയ്തതുപോലെയല്ല,
കുറച്ചുകൂടെ എഫക്റ്റീവായി കുറച്ചുകൂടെ പവർഫുള്ളായി അവരെ കൺട്രോൾ ചെയ്യ്. അടുത്ത നിമിഷം ഈനോജിൻ അവനാണെങ്കിൽ ഈനോയെ കൺവിൻസ് ചെയ്ത് അവളെ പതിയെ പതിയെ ഇപ്പൊ അവന്റെ കൺട്രോളിലേക്ക് കൊണ്ടുവരും. ഇവിടെ ചോച്ചോ ആണെങ്കിൽ സായുടെ അടുത്തൊരു സീക്രട്ട് പറയും. അവനത് കേൾക്കേണ്ട താമസം ഭയങ്കര ഹാപ്പി ആയിട്ട് ഈനോയെ അങ്ങനെ ഹഗ് ചെയ്യും. ഈനോയ്ക്കാണെങ്കിൽ അവളുടെ കോൺഷ്യസ് തിരികെ കിട്ടുമ്പോൾ ചായ അവളെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് അവൾ കാണും. അവൾക്കാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഇഷ്ടാവും. മാത്രമല്ല ഈനോജിൻ മൈൻഡ് ട്രാൻസ്ഫർ ജിപ്സു അത് കറക്റ്റ് ആയിട്ട് ചെയ്തതിലും അവൾക്കിപ്പോ ഒരുപാട് സന്തോഷം തോന്നും. അങ്ങനെ രണ്ട് ടീമും ഇപ്പൊ ഭയങ്കര സന്തോഷത്തിൽ തിരികെ പോവാണ്. ഈനോജിനാണെങ്കിൽ ചോച്ചോട് പറയും, താങ്ക് യു വെരി മച്ച്. ഈ കാരണമാണ് എനിക്കിതിനൊക്കെ കഴിഞ്ഞത്. സോ നിനക്ക് ഞാൻ നാളെ ഇഷ്ടം പോലെ ബർഗറും ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ വാങ്ങിത്തരുമെന്ന് പറഞ്ഞ് അവരങ്ങനെ ഹാപ്പി ആയിട്ട് നടന്നു പോകും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ബർഗർ ഷോപ്പിൽ അവർ 4 പേര് ഹാപ്പി ആയിട്ട് ഫുഡ് കഴിക്കുകയാണ്. ഇത്തവണ ഈനോജിൻ അവൻ സിമ്പിൾ ആയിട്ട് ചോച്ചോയെ മൈൻഡ് ട്രാൻസ്ഫർ ജിപ്സ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യും. അങ്ങനെ അവർ ഹാപ്പി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.